or welcome back to Josu Takis. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കോവളം ബീച്ചിലാണ്, ട്രിവാൻഡ്രത്ത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോവളത്ത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഈവനിങ് 3 മണിയായി. അപ്പോൾ ബീച്ച് കാണാം, സീ ഫുഡ് കഴിക്കാം, സൺസെറ്റ് കാണാം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇന്ന് ഭയങ്കര ക്ലൗഡി ഡേ ആണ്. ചിലപ്പോൾ മഴയും പെയ്യും. ബട്ട് നമുക്ക് നോക്കാം. സൺസെറ്റ് നമുക്കില്ല, പക്ഷേ കോവളത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് കാണാം. ഫസ്റ്റ് ടൈം അല്ല വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണമെന്നൊന്നും അറിയില്ല. ഒരുമിച്ചൊരു ചെറിയ ജേർണി. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമുക്ക് ഈ സൈഡിലേക്ക് പോവാം. എനിക്ക് ആക്ച്വലി ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി, ഞാനങ്ങനെ ബീച്ച് പേഴ്സൺ ഒന്നും അല്ല കേട്ടോ. ബീച്ചസ് ഓർ മൗണ്ടെയ്ൻസ് ഒരു ഓപ്ഷൻ വന്നാൽ ഞാൻ രണ്ടും ചൂസ് ചെയ്യില്ല. ഞാൻ കുറച്ചും കൂടി ഒരു ഹോം ആണ്, എനിക്ക് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇവിടെ നോക്കൂ, അവിടെ ബീച്ചുണ്ട്, ഇവിടെ മൗണ്ടെയിനും, രണ്ടുമുണ്ട്. രണ്ടിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എങ്ങനെ അങ്ങോട്ട് പോവാം. ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുന്നത്, നോർമൽ ബീച്ചസ് പോലെ അങ്ങനെ ക്രൗഡൊന്നും ഇല്ല. ഇന്നിപ്പോൾ ഈ ടൈം ആയതുകൊണ്ടും മഴ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ചുമ്മാ അവിടെ പോയി ഇരിക്കാം, കുറച്ച് നേരം കടലിലെ തിര എണ്ണാം എന്നുള്ളതാണ് ഫസ്റ്റ് പ്ലാൻ. ഇവിടെ വീഡിയോ എടുക്കാൻ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ പ്രശ്നം ആരും നമ്മളോട് പറഞ്ഞില്ല. പക്ഷെ ചിലപ്പോൾ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ടൊക്കെ വന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ആരെങ്കിലുമൊക്കെ ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ പെട്ടാൽ അവരെയൊക്കെ നമ്മൾ ബ്ലർ ആക്കുന്നതായിരിക്കും. നമ്മൾ ഭയങ്കര ഉദാര മനസ്കരാണ്, അതുകൊണ്ടാണ് കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ചാറുന്നതേ ഉള്ളൂ. അപ്പോൾ മഴ ശക്തമാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേഗം കുറച്ച് തരെങ്കിലും എണ്ണാം, ഒരു 5-6 എണ്ണം. നിങ്ങൾ എത്ര പേര് ഈ പൂ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മൗണ്ട് കാർമൽ സ്കൂളിന്റെ പുറത്ത് നിറച്ച് ഈ പൂ ഉണ്ടാവും. അപ്പൊ അത്തപ്പൂക്കളത്തിന്റെ സമയമാകുമ്പോൾ ഈ മഞ്ഞ, മസ്റ്റർഡ്, യെല്ലോ നല്ല പൂവാണ്. അപ്പൊ അത്തപ്പൂക്കള സമയമാകുമ്പോൾ എല്ലാവരും ഈ പൂ പറിക്കാൻ വേണ്ടി ഓടും. അപ്പൊ ഇവിടെ മൊത്തം നോക്കി ഈ പൂ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ സ്കൂളിന്റെ അവിടെ ഈ പൂ നിറച്ചുണ്ട്. സ്കൂൾ മെമ്മറീസ് എനിക്കിങ്ങനെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഹാപ്പി മെമ്മറിയാണ്. മഴ പെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ശബ്ദത്തിൽ നോയ്സ് ഉണ്ടാവും, കാരണം ഇവിടെ നല്ല കാറ്റുണ്ട്, പിന്നെ ഈ തിരമാലയുടെ ശബ്ദമുണ്ട് കേട്ടോ. അതുകൊണ്ട് നോയ്സ് ഉണ്ടാവും. ഭയങ്കര നോയ്സാണ്, വോയിസ് ഓവർ എടുക്കാൻ കാര്യമില്ല. അപ്പോൾ ഈ പൂ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൊട എടുത്താൽ മതി, എനിക്ക് കൊട ഉണ്ടായിരുന്നല്ലോ. എനിക്കില്ലേ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ബീച്ച് അങ്ങനെ എവിടെ പോയിട്ടാണെങ്കിലും ഇങ്ങനത്തെ പാറ കണ്ടപ്പോൾ ഓർമ്മ എന്താ അറിയോ, സ്വപ്നക്കൂടും അതിലെ ഭാവനയും. ചുറ്റും കടലില്ലാന്നേ ഉള്ളൂ, പക്ഷെ ആലോചിച്ച് നോക്ക്, ഒരു കടലിൻ്റെ അവിടെ ഒരു പാറയിൽ താഴെ ഭയങ്കര കടല്, എന്നിട്ട് പാറയിൽ പോയി ഡാൻസ് കളിച്ചിട്ടാ. എന്താണ് ഭാവനയുടെ അഹങ്കാരം? എന്തായിരുന്നു ഭാവനയുടെ ആ സിനിമയുടെ പേര്? ഞാൻ മറന്നുപോയി. വീരാജസിന്റെ ഒരു കമലാന്ന് ഓർമ്മയുണ്ട്, പക്ഷെ ഭാവനയുടെ പേര് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ കോവളം ബീച്ചിന്റെ ആരും എത്തിപ്പെടാത്തൊരു സ്ഥലത്തെത്തി. നിലവിൽ ഇവിടെ ആരും ഇല്ല. പണ്ടാരെങ്കിലും എത്തിപ്പെട്ടിരുന്നോ എന്ന് എനിക്ക് വലിയ ധാരണയും ഇല്ല കേട്ടോ. ഇവിടെ ബീച്ചിൽ ഇറങ്ങാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു കണക്കിന് നല്ലതാണ്, സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും കേട്ടോ. ഇവിടെ KTDCയുടെ ഒരു സമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. നമുക്ക് ആവശ്യമില്ല, എന്നാലും കൊള്ളാം. കടലിങ്ങനെ പോണോരേ, കാണാ പൊന്നിന് പോണോരേ, അങ്ങനെ ചോദിക്കാം. കാരണം അവിടെ മൊത്തം കുറേ ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, ഇടി വെട്ടുന്നുണ്ട് ഭയങ്കര. അതെ, മഴത്തുള്ളി. അങ്ങനെ നമ്മളൊരു വനാന്തരത്തിലൂടെ എന്നിട്ട് കടലിലേക്ക് ചേരുന്ന ഒരു ചെറിയൊരു തോടല്ലോ, അരുവി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലിൻ്റെ ഒരു ഭാഗത്ത് എത്തും. നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തെത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പോവാമോ?
എപ്പോഴും നിങ്ങൾ ബീച്ചിൽ വന്നാലും എവിടെ വന്നാലും ലൈഫ് ഗാർഡ് ഉണ്ടെങ്കിൽ പെർമിഷൻ ചോദിച്ചിട്ട് എങ്ങോട്ടേലും പോവാവുള്ളൂ. ബിക്കോസ് അവർക്കറിയാം നമ്മൾ എവിടെ പോവാം എവിടെ പോയിരുന്നു. വെറുതെ ആവശ്യമില്ലാണ്ട് പോയിട്ട് മഞ്ഞുമ്മൽ ബോയ്സിലെ പോലെ പോയിട്ട് പിന്നെ സുഭാഷ് എന്ന് വിളിച്ചാൽ നമ്മുടെ പൊടി ഒരു കിട്ടില്ല. സോ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പാടില്ല, ബിക്കോസ് അതൊരു നോ പെർമിഷൻ ഏരിയ ആണ്. ഇങ്ങോട്ട് പോവാം. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്ന പ്ലേസ് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ ആൾക്കാരുണ്ട് അവരുടെ. ഇനി ഓ മൈ ഗോഡ്, വേറൊരു സാധനം നിങ്ങൾക്ക് മനസ്സിലായി വരൂ. ഇതിൻ്റെ അട്ടപ്പാടിയെ ഓർമ്മിപ്പിക്കുന്ന ഈ കോവളം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ ഇത് പൊട്ടിക്കുമ്പോൾ നോക്കിയോ. കണ്ടോ, ഇതിങ്ങനെ പൊട്ടിച്ച ശബ്ദം കേൾക്കും. നാട്ടിലൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നൊരു ചെടിയാണത്. ചെറിയ കറയുണ്ട്, കാര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുറേ പൂക്കളും അതുപോലെ തന്നെ കുറേ ടൈപ്പ് കാകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കോവളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഗോവൻ വൈബായിരിക്കും എന്ന്. ഞാൻ വൈബ് കിട്ടാത്തൊരു സങ്കടം ഉണ്ടെന്നല്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെയല്ല. ഇപ്പൊ നാട്ടിൽ പോയ പോലെ ഇനിയിപ്പോൾ ഈ മാസം നാട്ടിൽ പോകണ്ടല്ലോ. അതുപോലെ 18-ാം പടി കയറി മുകളിലേക്ക് പോകും. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഉള്ള ആൾ പറയുന്നത് മഴയൊന്നൊരു പ്രശ്നമല്ല, ഭയങ്കര ഡെഡിക്കേഷനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക്. ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എടുക്കാം. ഞാൻ ബീച്ചിൽ വന്നതിനേക്കാളും ഏതോ ഒരു ബയോളജിക്കൽ പാർക്കില്ലേ, ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടെ വന്ന പോലെ ഉണ്ട്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു ബദാംക്കാന്ന് കൊണ്ട് പണ്ടൊക്കെ ഇതിൽ നിന്നാണ് ബദാം ഉണ്ടാവുന്നതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതിങ്ങനെ ഇടിച്ച് പൊട്ടിച്ചാൽ അത് കഴിക്കാൻ പറ്റും. ശരിക്കും ബദാം അതാണോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇതായിരുന്നു ഞങ്ങളുടെ ബദാം. ഞങ്ങളുടെ പള്ളിയിൽ ഇത് വലുതുണ്ടായിരുന്നു. അപ്പോൾ കാറ്റീസം ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഇടിച്ച് പൊട്ടിച്ച് കഴിക്കും. എൻ്റെ ഒരു ഹോബിയായിരുന്നു അതൊക്കെ. അയ്യോ, അവിടെ നമുക്ക് നല്ല വ്യൂ. എനിക്ക് ബീച്ച് വ്യൂ ഒന്നും എന്നെ വല്ലാണ്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല, പക്ഷെ എന്നാലും കൊള്ളാം. പ്രകൃതിയുടെ ഓരോരോ കലാവിരുതുകളാണല്ലോ. ആക്ച്വലി നിങ്ങളൊക്കെ ഈ റീസെൻ്റ് ആയിട്ട് വയനാട് ഇഷ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നൊക്കെ ഒന്ന് പറയണേ കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ പോയ സമയത്തായിരുന്നു വയനാട് ഉണ്ടായ പ്രശ്നം. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ വ്ളോഗ് എടുക്കാനോ ഒന്നും ഓക്കെ അല്ലായിരുന്നു. പക്ഷെ പിന്നെ അതിലിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവില്ലല്ലോ. എന്നും ഇങ്ങനെ ആളുകൾ മരിച്ചു, ആളുകളുടെ ശരീരഭാഗങ്ങൾ കിട്ടി, കാണാനില്ല, അങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മെൻ്റലി നമ്മളെ എത്ര ഇതാക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നോക്കൂ, കടലും വെള്ളമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നു. ഒരു ഭാഗത്ത് ആളുകൾ അത് ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നു ഓർക്കുമ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇതാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് സാഡായിട്ട് ഇരുന്ന് നമ്മൾ ഇരുന്നാലും അതൊരു തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെയോ പറയുന്നു, വിഷയത്തിൽ തന്നെ മറന്നു. ലെറ്റ്സ് ഗോ. ഇതൊക്കെ ഫുള്ളൊരു കാട് വൈബ് കേട്ടോ. കാസർഗോഡ് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. ആ സമയത്ത് അവിടുത്തെ കടലിൻ്റെ ഒരു എന്താ പറയുക, അവിടുത്തെ കടലും ഇവിടുത്തെ കടലും തമ്മിൽ കുറേ റിസംബ്ലൻസ് ഉള്ള പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു കേട്ടോ. എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. രസമുണ്ട്. കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത്, നല്ല കാമൻ ക്വയറ്റ് വൈബാണ്. എൻ്റെ ശബ്ദം അവിടെ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. ഇതൊക്കെ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യുമ്പോഴേ ഞാനിതിപ്പോൾ യൂട്യൂബിൽ ഇട്ടാലും ഇട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ ഇത് വീഡിയോ എടുത്താലും ഇല്ലെങ്കിലൊക്കെ നല്ലൊരു മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കും. പക്ഷെ ഞാൻ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് ഇടുമ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ പൊട്ടിപ്പോയാലും എൻ്റെ ഡാറ്റ പോയാലും ഇനിയിപ്പോൾ മറ്റേ പ്രേമത്തിലെ സായി പല്ലവിനെ പോലെ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടാലും ഒക്കെ എനിക്ക് കുറേ നാളെയും ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാമല്ലോ. സോ ഇതിപ്പോൾ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും, ഞാൻ ഏത് വ്ളോഗ് ചെയ്യുമ്പോഴും പറയുന്ന കാര്യമാണ്, ഇത് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. സോ ഹാപ്പി. ഒരു ചേച്ചി ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ആ ചേച്ചിയുടെ തലയിൽ തൊപ്പി നോക്കും, നല്ല ഭംഗിയില്ലേ, നല്ല ഗോവൻ വൈബുള്ള തൊപ്പി. ഇവിടെയൊക്കെ ഈ നോയൻട്രി വെച്ചിട്ടുണ്ട്. നോയൻട്രി വെച്ചോട് ഒരിക്കലും പോകരുത് കേട്ടോ. അതൊരു മിനിമം, ഒരു ബെയർ മിനിമം കോമൺ സെൻസ് ആണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ കോവളം ബീച്ച് വഴി പോയി മറ്റേ വടകരയല്ല വർക്കല ബീച്ചെത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വണ്ടി വെച്ചത് അങ്ങേ തലക്കലാണ്. മഴ പെയ്താൽ അവിടെ നോക്കൂ. ഓക്കെ, നമ്മൾ നടന്ന് കുറച്ച് മനുഷ്യവാസമുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുക കേട്ടോ. ഇതേത് ഹോട്ടലാ? നല്ല ഭംഗി
ഭംഗിയുണ്ട്. ഇവിടെ കുറേ പ്രീമിയം ഹോട്ടലൊക്കെ ഉണ്ട്. ഞാൻ മറ്റേ ലീല ഹോട്ടലൊക്കെ കണ്ടു, നമ്മൾ മൂവീസിലൊക്കെ റെഫറൻസ് കണ്ടിട്ടുള്ളത്. ഇത് റാവിസ് ലീല, ഭയങ്കര യമണ്ടൻ പരിപാടിയല്ലേ അതൊക്കെ. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഭാവനയുടെ ഡാൻസിന്റെ സ്പോട്ട്, അതുപോലത്തെ എക്സാക്ട്ലി ഒരു സ്പോട്ടാണ് കേട്ടോ. കുറച്ച് ഡേഞ്ചറസ് ആണ്, വല്ലാണ്ട് അടുത്തേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ കൊടുക്കാം. ശരിക്കും പറഞ്ഞാലേ എനിക്ക് ആക്ച്വലി ബീച്ച് ഇഷ്ടമല്ല എന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞു. പക്ഷേ ഈ വ്യൂ ഈസ് സംതിങ്. നമ്മുടെ ഇമാജിനേഷനും നമ്മുടെ കഴിവിനും ഒക്കെ അപ്പുറമുള്ളൊരു സാധനം കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു അഡ്മിറേഷൻ ഇല്ലേ. എനിക്ക് നന്നായി പാട്ട് പാടുന്നവരെ ഡാൻസ് കളിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്നൊരു അഡ്മിറേഷൻ ഉണ്ട്. ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്യല്ല, പക്ഷെ ഇതൊരിക്കലും നമ്മളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ലൈക്ക് ബ്യൂട്ടിയാണ്. ബീച്ച് ആദ്യമായിട്ട് കാണുന്ന ആളെ പോലെ കാണിക്കും നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇൻ റിയൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പ്രത്യേകിച്ച് ചെറിയ മഴയുണ്ട്, അതുപോലെ ചെറിയൊരു മേഘത്തിൻ്റെ ഇടയ്ക്ക് ഒരു കളറൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ബീച്ച് ഓർ മൗണ്ടെയ്ൻസ് ചോദിച്ചാൽ സംടൈംസ് ബീച്ച് കൊള്ളാം. എൻ്റെ മഞ്ഞപ്പൂക്കൾ ഞാൻ കുറച്ച് എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ. അയ്യോ മഴ നല്ല സ്ട്രോങ് ആയി. സോ നമുക്കിപ്പോൾ ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ മഴ നമ്മളെ പിടിക്കും. സോ ലെറ്റ്സ് ഗോ. മഴ ആക്ച്വലി ഇതേ ഈ മുകളിൽ കണ്ടോ, അവിടെയൊക്കെ കയറിയാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. പക്ഷെ അവിടെ ഒന്നും കയറാൻ പറ്റില്ല, ഡേഞ്ചർ ആയിരിക്കും. എനിക്ക് പേടിയാ. ഇവിടെ നോക്കിയേ, ഞാനങ്ങനെ ബീച്ച് എൻജോയ് ചെയ്യുന്ന ആളല്ലാന്ന് ഞാൻ ഒരു 3-4 വട്ടം പറഞ്ഞല്ലേ. പക്ഷെ നോക്കി നല്ല ഭംഗി. ഏയ് കടൽ മാതാ എന്നെ ഏത്തുക്കോ എന്ന് തമന്ന പറയുന്ന പോലെ നല്ല രസമുണ്ട്. ഞാൻ ആകെ നനഞ്ഞു, ക്യാമറയിലൊക്കെ വെള്ളം വീഴുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മള് മലയും കാടും ഒക്കെ താണ്ടി കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് എത്തിയായിരുന്നല്ലോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു മണ്ഡപങ്ങൾ ഒക്കെ ഉണ്ട്. ആളുകളൊക്കെ അവിടെ ഇരിക്കുകയും പരിപാടികളൊക്കെയാണ്. നിറയെ മഞ്ഞപ്പൂക്കളുണ്ട്. ഇവിടെ ഒരു മഞ്ഞപ്പൂ വസന്തം തന്നെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇന്ന് വേറൊരു കോയിൻസിഡൻസ് ഉണ്ട്. ആക്ച്വലി എനിക്ക് മഞ്ഞപ്പൂ കിട്ടി. ഐ എം വെയറിംഗ് മഞ്ഞ ഷൂസ് ആൻഡ് ഹിയർ ആർ ലോട്ട്സ് ഓഫ് മഞ്ഞപ്പൂക്കൾ. ആൻഡ് ഇവിടെ ഒരു മനോഹരമായ പെയിന്റിംഗ്. ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല, കാരണം ആധികാരികമായി നമുക്കൊന്നും പറയാൻ അറിയാത്ത നമുക്ക് പോവാം. പരിചമുട്ടാണ് അവർ കളിക്കുന്നത്. കളിക്കല്ല, അവർ മത്സരിക്കും. ഒറ്റത്തുള്ളി പോലും മിസ്സാവില്ല. എല്ലാം കറക്റ്റായിട്ട് ദേഹത്ത് വീഴുന്ന പോലത്തെ അടിപൊളി മണ്ഡപമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നാൽ അവർക്കത് മൂടിയിട്ടൊന്നുമില്ല. പക്ഷെ മഴ നമുക്ക് കൊള്ളാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സിനിമയില്ലേ, അയ്യോ ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ. മറ്റേ സിനിമയില്ലേ കമലദളം, മോഹൻലാലിൻ്റെയും മോനിഷയുടെയും, അതിൽ മോഹൻലാൽ ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കില്ല. അപ്പം ഇങ്ങനത്തെ ഓരോരോ മണ്ഡപങ്ങൾ ഉണ്ടാവില്ല. അവിടെ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. നല്ല ഭംഗിയുണ്ട്. ഫുള്ള് നനഞ്ഞല്ലേ. എനിക്ക് ആർക്കെങ്കിലും ക്ലിപ്പ് ഓർമ്മയുണ്ടോ? നമ്മുടെ കൊച്ചി ക്ലിപ്പാണത്, ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. അതിനും ബീച്ച് കണ്ടോണ്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് കോടയാണെന്ന്. അല്ല, അവിടെ വേസ്റ്റ് കത്തിക്കുന്നതാണ്. അതൊരു ചെറിയ നെഗറ്റീവാണ് കേട്ടോ. വേസ്റ്റ് കത്തിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞ പൂക്കളാന്ന് ഞാൻ വിചാരിച്ചു. മഞ്ഞ കൊങ്ങിനെയാണ് കേട്ടോ. ഫുള്ള് എൻ്റെ നാടിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കൾ. നല്ല ഭംഗിയുണ്ട്. എല്ലാ ആൾക്കാരും മഴ ആയതുകൊണ്ട് ഓരോ സ്ഥലത്ത് കയറി നിൽക്കുകയാണ്. ഞാൻ മാത്രം തലയ്ക്ക് ഓളം പിടിച്ച പോലെ ഞാനും എൻ്റെ ക്യാമറമാനും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
കലാമണ്ഡലത്തിന് നടുക്കെത്തിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി അരങ്ങേറ്റം ചെയ്യാൻ തോന്നും, ഞാൻ ഡാൻസർ അല്ലെങ്കിൽ പോലും. ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇത്ര നേരമായിട്ടും. ഇങ്ങനെ കുറെ തൂണുകളുണ്ട്, കുറെ ഇങ്ങനത്തെ തൂണുകളുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറെ ചിത്രപ്പണികളുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ, ഇത് കഥകളി അല്ലേ? ഇത് കഥകളി. അതും കഥകളി തന്നെയുള്ള ഒരു വേഷം. മുകളിലും കഥകളി. എനിക്ക് കഥകളി ഒന്നും അറിയില്ല. പക്ഷെ ഇതൊരു എന്താ ഞാൻ പേര് പറയാൻ എനിക്കറിയില്ല, കൂത്തമ്പലം എന്നൊക്കെ പറയില്ലേ, കൂത്തമ്പലം എന്നാണോ ആ വാക്കൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആൾക്കൊന്നിരിക്കാനൊക്കെ വേണ്ടി ആയിരിക്കും കേട്ടോ. കോവളത്ത് വന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യണേ. ആ ഇവിടുന്ന് കടലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ആക്ച്വലി നമ്മൾ ഈ മഴ നനഞ്ഞ് വ്ളോഗ് എടുക്കുന്നുണ്ട്, ഒരു മെയിൻ ക്യാരക്ടർ എനർജി ഉണ്ടോ. അപ്പൊ ഞാനിങ്ങനെ സിനിമയത്തെയൊക്കെ മ്യൂസിക് എൻ്റെ മനസ്സിൽ വരുന്നത് മറ്റേ എന്നെ എനിക്ക് പാടറിയില്ല, അതുപോലെ എനിക്ക് പാട്ടൊക്കെ ഓർമ്മ വരുന്നു. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ കൂടെ ഇങ്ങനെ. അപ്പൊ നമ്മൾ വന്ന വഴി മറക്കരുത്, അതുകൊണ്ട് നമുക്ക് വന്ന വഴി തിരിച്ചു. അവിടെ നോക്ക് മറ്റേ ഗെയിം, കുട്ടികൾ കളിക്കുന്ന ഗെയിം, കുട്ടികളല്ല ഒളിമ്പിക്സിലൊക്കെ ഉള്ള ഗെയിമാണ്. ഞാൻ കണ്ടിരുന്നു. ഒളിമ്പിക്സിൽ 4 സെക്കൻഡിലാണ് എൻ്റെ വിന്നർ ഇത് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് പോകില്ലേ, ആ ഗെയിം ഒക്കെ നൈസ്. നമ്മളെപ്പോലത്തെ കുറെ കിളികളുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ വേണം തന്നെ ഉണ്ട്, നമ്മൾ മാത്രമല്ല. ഒരു 2-3 പേരെയും കണ്ടു. നനഞ്ഞു കേട്ടോ. നാളെ എനിക്ക് പനി പിടിച്ചാൽ നമുക്ക് നേരത്തെ അങ്ങോട്ട് വേസ്റ്റ് കത്തിക്കുന്ന തീർന്നിട്ടില്ല കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോവാം. പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവും. ഇനി അതൊക്കെ ശ്വസിച്ച് നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയല്ലേ, എന്തെങ്കിലും പറ്റും. പിന്നെ മാത്രമല്ല നിങ്ങളോട് വരുമ്പോൾ ഡംപ് ചെയ്തിട്ട് ഒരിക്കലും വേസ്റ്റ്, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാനത് ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചാൽ ഞാനും ചെയ്യാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ശ്രുതി ആൻഡ് റിയ അവർ ചെയ്യില്ല കേട്ടോ. അവരെപ്പോഴും എന്നോട് പറയും, ഞാൻ ഒരു ചെറിയ സാധനം നിലത്തിടാൻ പോയാൽ തന്നെ അവർ പരിസ്ഥിതി ക്ലാസ് എടുക്കും എനിക്ക്. സോ നിങ്ങൾ അതുപോലെ ആക്കണം. ഡോണ്ട് ത്രോ വേസ്റ്റ് എനിവെയർ. പ്ലാസ്റ്റിക് വേസ്റ്റ് എസ്പെഷ്യലി നിങ്ങൾ കൊണ്ടുപോയിട്ട് അതിനെ നന്നായിട്ട് നിങ്ങളതിനെ ഒരു ഷോർട്ട് കണ്ട് ശരി വരിക, നിങ്ങൾ നന്നായിട്ട് അതിനെ സംസ്കരിക്കണം കേട്ടല്ലോ. ഒരിക്കലും അവിടെ ഇവിടെ വേസ്റ്റ് ഇടും. ബൊട്ടാനിക്കൽ ഗാർഡൻ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്ന സൂലാണ്. കാരണം കുറേ അധികം ഡോഗ്സ് ഉണ്ട് കേട്ടോ. ഡോഗ്സ് മീൻസ് പട്ടികൾ. ഡോഗ്സ് പാവട്ടോ, എല്ലാം മഴ നനഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. കേൾക്കുന്നില്ലല്ലോ, അതിന് പൂച്ചകളെ വിളിക്കുന്ന ശബ്ദത്തെ പറ്റി ധാരണയില്ലെന്ന്. പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടാന്ന് ചോദിച്ചാൽ വന്നത്. അങ്ങനെ നല്ല കേട്ടോ. നല്ലൊരു ചൂട് കാപ്പി കുടിക്കണം, അല്ലെങ്കിൽ ചൂട് ഹോട്ട് ചോക്ലേറ്റ്. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഫാനാണ് കേട്ടോ. എനിക്ക് മറ്റേ വർക്കല ബീച്ചിൽ പോയപ്പോൾ തൊട്ട് ഞാൻ എനിക്ക് മെക്ഡൊണാൾഡ്സിലെ ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സിനിമ ഏതാ? എനിക്ക് ചാന്തുവട്ടാണ് കേട്ടോ. ചാന്തുവട്ടിലെ സിനിമ മറന്നുപോയി. ചാന്തുവട്ടിലെ ആ സ്ഥലം പോലെ തന്നെ ഇരുന്നു, ചെറിയ ചെറിയ തെങ്ങുകളും ഒക്കെ ആയിട്ട്. ഞാൻ അങ്ങനെ സ്ഥലത്തൊന്നും പോവാത്തോണ്ടായിരുന്നു. നല്ല മഴ. മഴ, മിന്നല്, ഇടി, സകലമാന കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് ഇടിമിന്നലൊന്നും വലിയ പേടിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആകുമ്പോഴേ ഇവിടെ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇടിമിന്നലേക്കാനുള്ള സാധ്യത കൂടുതലല്ലേ, അറിയില്ലല്ലോ. എൻ്റെ അനിയൻ അങ്ങനെയാ പറയാറ്. ഞാൻ പറയും എനിക്ക് മിന്നലൊക്കെ അടിക്കുമ്പോൾ പേടിയാണെന്ന് പറഞ്ഞാൽ പറയും ചോദിച്ചാൽ പേടിക്കണ്ട, നമ്മളെക്കാൾ ഉയരത്തിൽ മരങ്ങളില്ലേ, ഫസ്റ്റ് മരങ്ങളെ അറ്റാക്ക് ചെയ്യാറ്. അത് ഭയങ്കര ബുദ്ധിയാട്ടോ അവന്. ഇവിടെ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം.
നോക്ക്, നല്ല ഭംഗിയുണ്ട്. എന്തോ ഒരു ഫ്ലാറ്റ് ആണോ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എന്റെ വ്ളോഗിലൊക്കെ വന്നാൽ പിന്നെ കഥ ഹിറ്റായിരിക്കും കേട്ടോ. തിരക്കാവും. അങ്ങനെ നമ്മൾ അവസാനം ചായ കുടിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. മാറുകൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴ, നല്ല കട, നല്ല ചായ. അപ്പോൾ നല്ല മഴയുണ്ട് ഇപ്പോഴും. ഇപ്പം ചെറിയ ചാറ്റലേ ഉള്ളൂ. പക്ഷേ നമുക്ക് പോവാൻ സമയമായി. അപ്പം നമുക്കിനി പോവാൻ സമയം എന്നല്ല, ഇവിടുന്ന് പോവാൻ സമയമായി. ഇപ്പം നമുക്കിനി പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ഗാന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. മൊത്തം കണ്ടോ, വെളിച്ചമില്ലേ ഇവിടെ. നല്ല അടിപൊളി ഫിഷ് മാംഗോ കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. പാരഗണായിട്ട് ഞാൻ പറയല്ല. കുഞ്ഞുകോഴി പൊരിച്ചത്, അതിൻ്റെ പൊരിയൊക്കെ ഒടുക്കാത്ത ടേസ്റ്റ്. അപ്പം അടിപൊളി.